ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിളാക്കി തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിളാക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എരിവുള്ള ചട്ടിപ്പത്തിരിയാണ്, ചിക്കൻ ചട്ടിപ്പത്തിരി. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കൂടുതലും എടുത്തേക്കണത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്, അതായത് കൂടുതൽ മാംസളമായ ഭാഗങ്ങളാണ് എടുത്തേക്കണത്. അതിൽ ചില ഭാഗത്തൊക്കെ എന്തോ എല്ലുപോലെയൊക്കെ കാണുന്നുണ്ടാവും, അത് നമ്മൾ എടുത്ത് കളയുന്നുണ്ട്. ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ആദ്യം ചെറിയ പീസസ് ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരുവിധം ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എണ്ണയിൽ ഇടാം കേട്ടോ, ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലാണ് വറക്കണത്. അപ്പോൾ നമ്മളത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. ഒന്ന് അമർത്തി നോക്കിയപ്പോൾ അതിങ്ങനെ പൊട്ടി വരണ്ട്, അപ്പോൾ അത് വെന്തിട്ടുണ്ട്, നമ്മൾ എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വലിയ പീസും നമുക്കിതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഫ്രൈ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് എളുപ്പമാവുമല്ലോ. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, 1 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു നല്ല ലൂസ് ബാറ്ററാണ് വേണ്ടത്. അതിനായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ലൂസ് കൺസിസ്റ്റൻസി ആവാൻ എന്തോരം വെള്ളം വേണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ലൂസ് ബാറ്ററാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഇട്ടുണ്ടായല്ലോ, വലിയ പീസസ്, അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ വറുത്ത പാത്രത്തിലേക്ക് തന്നെ 2 സവാള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായുള്ളൂ, അപ്പോൾ നമ്മൾ ബാക്കി എണ്ണയും കൂടി, ഈ സവാള വാട്ടാൻ വേണ്ട എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ സവാളയിൽ പിടിക്കും, അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ കുത്തലൊക്കെ ഒന്ന് പോട്ടെ, അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 2 or 3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് വട്ടത്തിൽ കീറിയോ അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചോ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം, മൈദയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണത് ആ പാത്രത്തിൻ്റെ അത്രയും പരത്തിയാൽ മതി ഈ പത്തിരി. ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് വേവിക്കാം. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനിയും വേവിക്കാനുള്ളതാണല്ലോ. ഇതിപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും. നമ്മളിത് എടുക്കുവാണ്. ഇതുപോലെ എല്ലാ പത്തിരിയും വേവിച്ചെടുക്കാം. ഒരു 10 അല്ലെങ്കിൽ 12 എണ്ണം കിട്ടും. ഇനി നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന സവാള ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതും കൂടി ഈ സവാള കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഒരു ഫ്രൈ പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഉള്ളി അടപ്പത്തിരിക്കുകയാണല്ലോ, അത് ഒന്ന് നോക്കണം. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാം. അതിലിരുന്ന് തന്നെ കുറച്ചും കൂടി ഒന്ന്
ബ്രൗണായി വരും, ചൂടുണ്ടല്ലോ. ഇനി നമ്മളെടുത്ത് വെച്ചേക്കണ മുട്ടയിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാര മുഴുവൻ മുട്ടയിൽ അലിഞ്ഞു തരണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം, അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നായാലും മതി. അതായത് അധികം വിടർന്നു പോകാത്ത ഒരു പാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനിത്തിരി പരന്ന പാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. 1, 2, 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിനി അടുത്ത ലെയറായിട്ട് നട്ട്സ്, റൈസിൻസ്, കസ്കസ് ഇതിൻ്റെ 3ൻ്റെയും കൂടി ലെയറായിട്ട് വെക്കാട്ടോ. ഈ സാധനങ്ങൾ 3 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നട്ട്സ്, റൈസിൻസ് മാത്രം ഉണ്ടായാലും മതി. ഇപ്പം ഞാൻ അങ്ങനെ വെക്കണില്ല, അത് കുറേ ക്വാണ്ടിറ്റി വേണമല്ലോ, ഒന്നിടവിട്ട് ചെയ്യുമ്പോൾ. ഇനി അതിൻ്റെ മീതയിൽ വീണ്ടും ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, മീതയിൽ വീണ്ടും പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 8-9 പത്തിരിയാണ് കിട്ടിയത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മിക്സ് ചെയ്ത് വെച്ചേക്കണ മുട്ടയാണ്. അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മീതയിലേക്ക്. ഇതിപ്പോൾ ഒരു നേരെയുള്ള ഒരു പാത്രമാണെങ്കിൽ ഈ ഒഴിച്ചു കൊടുക്കണ മിക്സ് മുഴുവൻ ഈ പത്തിരിയുടെ ഹൈറ്റിൽ തന്നെ നിൽക്കും. ഇതിപ്പോൾ എല്ലാം കൂടി പോയി താഴെ കിടക്കുമല്ലോ. ഇതിനു മുമ്പ് നമ്മൾ പത്തിരി ഉണ്ടാക്കിയപ്പോൾ കേക്ക് ടിന്നായിരുന്നു എടുത്തിരുന്നത്. അതൊന്ന് കാണാത്തവർ ഒന്ന് കാണണേ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് റൈസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് കുറച്ചെടുത്ത് മുകളിലേക്ക് ഒഴിച്ച് നോക്കണേ, ഇങ്ങനെ അടിയിലേക്ക് പോയതുകൊണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ അതിൽ തങ്ങി നിൽക്കുമല്ലോ, നേരത്തെ ഒന്നും ഇല്ലാഞ്ഞപ്പോൾ ഈ സാധനം അതിൽ തങ്ങി നിൽക്കില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. ഒരു സൈഡ്, അപ്പുറത്തെ സൈഡും ഒരു 5-10 മിനിറ്റ് വേവിക്കുക. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചു വെക്കുവാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ മീതെ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുവാണ്. ഇനി ഈ സൈഡും ഒരു 10 മിനിറ്റോ അത് ആവണ വരെ നമുക്കൊന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കണം, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.